ഇതെന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ തന്നെ എന്തുകൊണ്ട് എൻ്റെ വീഡിയോ വൈറലാകുന്നില്ല, അതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്ത തെറ്റുകൊണ്ടും എൻ്റെ മണ്ടത്തരം കൊണ്ട് ഞാൻ ചെയ്ത കുറേ തെറ്റുകളും കാരണത്താലാണ് ഇപ്പോൾ എൻ്റെ വീഡിയോ എന്ത് ചെയ്യുന്നത് വൈറലാവാതെ ഇരിക്കുന്നത്. ഇപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പോഴത്തേക്ക് ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു തെറ്റുകൾ നിങ്ങളുടെ ചാനലിലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നിങ്ങളും ചെയ്യുന്നുണ്ടോ. അപ്പോഴത്തേക്ക് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, എങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. ഒരു 5 മാസം മുമ്പ് അല്ലെങ്കിൽ ഒരു 4 മാസം മുമ്പത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 1K വ്യൂസ്, 2K വ്യൂസ്, അല്ലെങ്കിൽ ഒരു 900 800 വ്യൂസിൻ്റെ അടുത്തൊക്കെ കിട്ടിയിട്ടുണ്ടോ. ഒരു 4 മാസത്തിന് ശേഷമുള്ള വീഡിയോസ്, ഒരു 3 മാസം 2 മാസത്തിനുള്ള വീഡിയോസ് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നെങ്കിൽ ഒരു 50 വ്യൂസ്, അല്ലെങ്കിൽ ഒരു 20 വ്യൂസ്, 10 വ്യൂസ്, ഒരു 100 വ്യൂസ്, ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ 5 മാസം മുമ്പ് എന്ത് ചെയ്യുന്നു, എൻ്റെ വീഡിയോസ് നല്ല രീതിയിൽ വൈറലാവും. ഇപ്പോൾ അത് വൈറലാവാതിരിക്കാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. അത് ഫസ്റ്റത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് എൻ്റെ മടി എന്ന് പറയുന്ന വീഡിയോ ചെയ്യാനുള്ള മടി. അതായത് ഓരോ ദിവസവും വീഡിയോ ചെയ്യണം, അപ്പോൾ അതിനുള്ളത് ആ ഒരു കാരണത്തെ എൻ്റെ മടി കാരണത്താൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു മടി കാരണത്താലാണ് ഫസ്റ്റ് കാരണമാണ്. ഈ മടി കാരണത്താൽ ചെയ്യും വീഡിയോ നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ റീസൺ ആയിരുന്നു കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഒന്ന് ഡെയിലി അപ്ലോഡ് ചെയ്യില്ല, ആഴ്ചയിൽ 2 വീഡിയോയെങ്കിലും അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഒരു 2-3-4 ആഴ്ച, അതായത് ഒരു മാസം മുമ്പ് എൻ്റെ കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടു. അതായത് ഞാൻ ആഴ്ചയിൽ 2 വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്തിരുന്നത് ഞാൻ ഒരു ആഴ്ച മൊത്തം വീഡിയോ അപ്ലോഡ് ചെയ്യാതെ നിന്നു. കാരണം വീഡിയോ എടുക്കാനുള്ള എൻ്റെ മടി കാരണത്തായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കൺസിസ്റ്റൻസി ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ പിന്നീട് എൻ്റെ വീഡിയോൻ്റെ റെക്കമെൻഡേഷൻ പോകുന്നതും നോട്ടിഫിക്കേഷൻ പോകുന്നതും എല്ലാം വളരെയധികം കുറയുകയും അങ്ങനെ വ്യൂസ് വരുന്നത് വളരെയധികം കുറഞ്ഞു. അപ്പോൾ മെയിൻ റീസൺ എൻ്റെ മടി കാരണത്താൽ എൻ്റെ കൺസിസ്റ്റൻസി ബ്രേക്കായി. ഈ ബ്രേക്ക് ആയത് കാരണത്താൽ എൻ്റെ വീഡിയോ റെക്കമെൻഡ് പോകുന്നതും എല്ലാം നിന്നു. പിന്നത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന വീഡിയോ ഞാൻ പബ്ലിക്കാക്കി തന്നെ YT സ്റ്റുഡിയോയിൽ കയറി എഡിറ്റ് ചെയ്തു. അതായത് എന്തോ ഒരു മിസ്റ്റേക്കിന് കയ്യിൽ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതൊന്ന് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന ആ വീഡിയോ ഞാൻ എത്തിയത് പബ്ലിക്കാക്കി തന്നെ എഡിറ്റ് ചെയ്തു. ഒന്നെങ്കിൽ അതിൻ്റെ തംബ്നെയിൽ മാറ്റി, എന്ത് എഡിറ്റ് ചെയ്താലും പറഞ്ഞു. ഞാൻ എന്തോ തംബ്നെയിൽ ചേഞ്ച് ചെയ്യാൻ, ടൈറ്റിൽ എന്തോ ചെറുതായിട്ട് മാറ്റി, ഞാൻ എന്തോന്ന് ചെയ്തതാണ്. അതിനിടയിൽ ആ ഒരു വീഡിയോ പിന്നീട് അവിടെ സ്റ്റോപ്പായി. അതിനുശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെല്ലാം 10 വ്യൂസ്, 20 വ്യൂസ്, ആ ഒരു റേഞ്ചിൽ നിൽക്കാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ട് വീഡിയോ റീച്ച് ആയില്ല. അതായത് ചാനൽ ഫ്രീസ് ആയിപ്പോയി. പിന്നെ അത് അൺഫ്രീസ് ചെയ്യാൻ പിന്നെ നമ്മൾ പഴയ മാതിരി വീണ്ടും നല്ല രീതിയിൽ കൺസിസ്റ്റൻസി ആയിട്ട് 3-4 മാസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു പ്രശ്നം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. പിന്നെ ചെയ്ത പ്രശ്നം, വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതായത് 1-2 ഷോർട്സ് വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് എൻ്റെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇങ്ങനെ ഡിലീറ്റ് ചെയ്താലും നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം തന്നെ. അതായത് എന്ത് ചെയ്യും, നമ്മുടെ ചാനൽ ഇങ്ങനെ ഫ്രീസായാൽ പിന്നെ നമ്മുടെ ചാനൽ പിന്നീട് നമ്മുടെ വീഡിയോസ് റെക്കമെൻഡേഷൻ ഒന്നും പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തേത് ഞാൻ വീഡിയോ ചെയ്തു. പിന്നെ ഞാൻ ഏറ്റവും ചെയ്തൊരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്ന, എൻ്റെ ചാനലിൻ്റെ സെറ്റിങ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. അതായത് നമ്മൾ സെറ്റിങ്സ്, അതായത് യൂട്യൂബിന് സെറ്റിങ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ YT സ്റ്റുഡിയോയിൽ കയറി സെറ്റിങ്സ് ചെയ്തത്. ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് വെക്കുന്ന ആ സെറ്റിങ്സ് പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വെക്കാവും. അതല്ലാതെ അതിൻ്റെ ഇടയിൽ കയറി നമ്മൾ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നീട് നമ്മളെ ചാനൽ വളരെയധികം പ്രശ്നമാണ്. റെക്കമെൻഡേഷൻ പോകുന്നത് എല്ലാം നിൽക്കും. അപ്പോൾ ഞാൻ ചെയ്തു, ഒരു മാസം മുമ്പ് ഞാൻ എൻ്റെ സെറ്റിങ്സ് അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്തു. ഈ ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്യലിൽ എന്ത് ചെയ്തു, ഇപ്പോൾ എൻ്റെ വീഡിയോക്ക് റെക്കമെൻഡേഷനൊക്കെ വളരെയധികം കുറവ്. അതായത് 100 പേർക്കൊക്കെ റെക്കമെൻഡേഷൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ 150-200 പേർക്കൊക്കെ റെക്കമെൻഡേഷൻ പോകുന്നുള്ളൂ. മറ്റത് 2000, 3000, 10,000 പേർക്കൊരു റെക്കമെൻഡേഷൻ പോയിക്കൊണ്ടിരുന്ന എൻ്റെ വീഡിയോസ് ഇപ്പോൾ ചുരുങ്ങിയത് 100 അല്ലെങ്കിൽ 200 പേർക്ക് റെക്കമെൻഡേഷൻ പോകുന്നുണ്ട്. അതിനകത്ത് ചെയ്തു സെറ്റിങ്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ ഒരു 3 മാസം കണ്ടിന്യൂസ്
നല്ല രീതിയിൽ കൺസിസ്റ്റൻസിയോടെ എന്ത് ചെയ്യണം, വീഡിയോ ചെയ്യണം. അപ്പോൾ ഈ ഒരു കാരണത്താലാണ് എൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലാവാത്തത്. ആദ്യം ഒരു 5 മാസം മുമ്പ് നല്ല രീതിയിൽ വൈറലായിരുന്നു. ഇപ്പോൾ വൈറലാവാത്ത ഈ ഒരു 4-5 കാരണം കൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാരണം എൻ്റെ പ്രശ്നത്താലും ഞാൻ അറിഞ്ഞുകൊണ്ടും ഞാൻ അറിയാതെയൊക്കെ ചെയ്ത മിസ്റ്റേക്കുകളാണ്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് കാരണത്താലാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സ്ട്രഗിളിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് ഞങ്ങൾക്കുമായി പങ്കുവെക്കാം. കാരണം നിങ്ങളും പലരും, അതായത് ചിലപ്പോൾ പുതുതായിട്ട് വരുന്നവരായാലും അല്ലാത്തവരായാലും നിങ്ങളും ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തോളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാവി ഇത് നല്ല രീതിയിൽ വില കൊടുക്കേണ്ടി വരും, നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും. ഇപ്പോൾ നല്ല രീതിയിൽ അപ്പം തന്നെ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്യുക. പിന്നീട് അത് ഒരിക്കലും ചേഞ്ച് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ സെറ്റിങ്സ് മാറ്റാനോ ഒന്നും ചെയ്യാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ കൺസിസ്റ്റൻസിയിൽ വീഡിയോ ചെയ്യുക. മടി ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിർത്തി കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോ ഞാൻ ഉടൻ തന്നെ വരും. അതിലേക്കും ബൈ.